നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കാൻ CPIM ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും വൻ തോൽവി ഉണ്ടായ സാഹചര്യം നാളെ മുതൽ ആരംഭിക്കുന്ന പാർട്ടി നേതൃയോഗങ്ങൾ ചർച്ച ചെയ്യും. തന്ത്രങ്ങൾ പിഴച്ചത് എവിടെയാണെന്നും ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന വിലയിരുത്തലാവും നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തുടർന്നുള്ള സംസ്ഥാന സമിതിയിലും നടക്കുക. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പരിപാടികളും വിലയിരുത്തി നിലമ്പൂർ വോട്ട് ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് പ്രചാരണഘട്ടത്തിലുടനീളം CPIM പ്രകടിപ്പിച്ചത്. എന്നാൽ നിലമ്പൂരിൽ നേരിട്ട കനത്ത തിരിച്ചടി ഭരണവിരുദ്ധ വികാരത്തിന് തെളിവല്ലേ എന്ന ചോദ്യം നേതൃത്വത്തെ തുറച്ചു നോക്കുന്നുണ്ട്. ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പിനെ UDF ഉപയോഗപ്പെടുത്തിയ ഉദ്ദേശവും രീതിയുമായിരുന്നു. എന്നാൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ കുറെ കൂടി വർഗീയവൽക്കരിക്കാൻ തീവ്ര വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങിയതാണ് UDFിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പശ്ചാത്തലമായിട്ട് മാറിയിട്ടുള്ളത്. UDF എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ കൂട്ടുകെട്ടാണ്. അതിന് രാഷ്ട്രീയമില്ല. UDFിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ തന്നെ വർഗീയ കൂട്ടുകെട്ടുകളുടെ രൂപത്തിൽ തയ്യാറാക്കിയതാണ്. PV അൻവർ നേടിയ വോട്ടുകൾ ഇടതുമുന്നണിക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകളാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെയധികം തകർച്ച നേരിട്ടിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. 30,28,000 പരം വോട്ടായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അതിന് വളരെ വേഗം പാർട്ടി റിക്കവർ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. ചിഹ്നത്തിൽ മത്സരിക്കേണ്ട സ്ഥലത്ത് പാർട്ടി തീരുമാനമെടുത്ത് ചിഹ്നത്തിൽ മത്സരിക്കും, സ്വതന്ത്രം മത്സരിപ്പിക്കേണ്ട സ്വതന്ത്രം മത്സരിപ്പിക്കും. ഒരു ചിഹ്നം വന്നതുകൊണ്ട് വോട്ട് കുറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതിൽ പ്രതിരോധത്തിലായിരുന്ന കോൺഗ്രസിനെ രക്ഷിച്ചത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS പരാമർശമായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശത്തിൽ നേതൃയോഗങ്ങൾ രൂക്ഷ വിമർശനം ഉയർന്നേക്കാം. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ കാര്യത്തിൽ UDFനോട് പിടിച്ചു നിൽക്കാൻ LDFനാകുന്നില്ലെന്ന വിമർശനവും CPIMലുണ്ട്. അനുകൂല സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള പ്രാഗൽഭ്യം നേതൃത്വത്തിനില്ലെന്ന വിമർശനവും ശക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനൊക്കെയുള്ള പരിഹാര നടപടികളും നേതൃയോഗങ്ങൾ തീരുമാനിക്കും. 24 തിരുവനന്തപുരം.